Morning. Good morning, Miss. Good morning. Good morning. Morning. എന്തായി റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? പഠിച്ചു തുടങ്ങിയ റിവിഷൻ? സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്പില്ലേജ് വേസ്റ്റ് മാത്രമല്ലേ എടുക്കാനുള്ളൂ. അതെല്ലാം മിസ് തീർക്കും കേട്ടോ, കംപ്ലീറ്റ് ആക്കും. വേറെ ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ, നോക്കിയില്ലേ നിങ്ങള്? മിസ്സുമാരിങ്ങനെ ഡിവൈഡ് ചെയ്ത് ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ചിലത് വിട്ടു പോവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലേ? മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ഒന്ന് നോക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എടുത്തത് ഹെൽത്ത് കെയർ സിസ്റ്റം എടുത്തോട്ടാ. ഹെൽത്ത് കെയർ സിസ്റ്റം എടുത്തോ, ചാപ്റ്റർ എടുത്തോ എല്ലാവരും? ഹെൽത്ത് കെയർ സിസ്റ്റം. ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ആയുഷ് ഏതൊക്കെയാണ്? ആയുഷ് അല്ലെ? ആയുഷ് ഏതൊക്കെ എന്താണ് ട്രഡീഷണൽ സിസ്റ്റം ഓഫ് ഹെൽത്ത് കെയർ ഒക്കെ അടങ്ങിയതാണ്? പോപ്പുലർ ആയിട്ടുള്ള നേറ്റീവ് ഹെൽത്ത് ട്രഡീഷൻസ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി കേട്ടോ. ആയുഷ്, ആയുഷിന്റെ ഫുൾ ഫോം ചോദിക്കാം, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ആയുഷ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെറ്റർ അല്ലെ? ആയുർവേദയുടെ എ, യോഗയുടെ വൈ, യുനാനിയുടെ യു, സിദ്ധ എസ്, ഹോമിയോപ്പതി നാച്ചുറോപ്പതി എച്ച്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. അതുപോലെ ആയുർവേദയുടെ മീനിങ് എന്താണ്? സയൻസ് ഓഫ് ലൈഫ് അല്ലെ? സയൻസ് ഓഫ് ലൈഫ് ഓർത്ത് വെക്കാം. ഇതുപോലെ ഓരോന്നൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ആയുർവേദ ഡീൽസ് വിത്ത് കോസസ് ആൻഡ് സിംറ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ഓൾ ആസ്പെക്ട് ഓഫ് വെൽബീയിങ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പ്രധാനമായിട്ട് നോക്കേണ്ടത് ആയുഷ്. ആയുഷ് എന്തൊക്കെയാണ്? ആയുഷിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ആയുഷ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുപോലെ ആയുർവേദയുടെ മീനിങ്, സയൻസ് ഓഫ് ലൈഫ് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. എത്ര ഫേസസ് ആണുള്ളത്? 3 ഫേസസ് ആണല്ലേ ഉള്ളത്, അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനീഷ്യൽ ഫേസസിൽ ഏതൊക്കെയാണ് പോളിസീസ്, അതിന്റെ പ്രിൻസിപ്പിൾ, 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പോളിസി എസ്റ്റാബ്ലിഷ്ഡ് ഏതിലാണ്, ഏത് ഇയറിലാണ് നാഷണൽ ഹെൽത്ത് പോളിസി വന്നിരിക്കുന്നത്? നാഷണൽ ഹെൽത്ത് പോളിസി 1983 കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കണം, 1983. അതുപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സബ് സെന്റേഴ്സ്. എന്താണ് സബ് സെന്റർ? അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ, എക്സ്പാൻഡ് PHC, എക്സ്പാൻഡ് CHC ചോദിക്കാറുണ്ട്. അതുപോലെ എത്ര പേർക്കാണ് ഇത് സേവനം ചെയ്തത്? സബ് സെന്റർ സേവനം ചെയ്തത് എത്ര പേർക്കാണ്? 5000 ആണ് കേട്ടോ. 5000 പീപ്പിൾസിനാണ് സേവനം ചെയ്യുന്നത്. അതുപോലെ PHC എത്രയാണ്? 30,000, 30,000. അതുപോലെ CHC എന്ന് പറയുന്നത് 1,20,000. ഓർത്ത് വെക്കാം, മാറിപ്പോകരുത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതുപോലെ 1-to-1 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉള്ളത് എവിടെയാണ്? PHC ആണോ, സബ് സെന്റർ ആണോ, CHC ആണോ? 1-to-1 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്
1-1 qualified doctors. Sorry, 1-2. PHC-യിലാണ് കേട്ടോ. PHC-യിലാണ്. നോക്കിയേ നിങ്ങള്, PHC are usually small 1-2 qualified doctors കേട്ടോ. ഓക്കെ, ഞാൻ ചെറുതാക്കി പോയിന്റ്സ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ, തെറ്റിപ്പോകരുത്. അതുപോലെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, രൂപഘടന നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെവലിൽ ഏതാണ്? നാഷണൽ ലെവലാണ് കേട്ടോ, ഫസ്റ്റ് ലെവല്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഡിസ്ട്രിക്ട് ലെവലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും. ഈ റൂറൽ ഏരിയാസിൽ വരുന്നത് ഏതൊക്കെയാണ്? CHC, PHC, സബ് സെന്റർ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം, ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ കിട്ടണം നമുക്ക് കേട്ടോ. ഫസ്റ്റ് ലെവല്, ഏറ്റവും ഫസ്റ്റ് ലെവലിലുള്ളത് നാഷണൽ ഹെൽത്ത് നാഷണൽ ലെവലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലെവലിൽ വരുന്നത് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS, തേർഡ് ലെവല് ഡിസ്ട്രിക്ട് ലെവല്. ഓർത്ത് വെക്കാം. ഇനി സർവീസ് വിത്തിൻ ദ ഹോൾ ഓഫ് ഹോസ്പിറ്റൽ, ഏതാണത്? ഏത് ഫംഗ്ഷൻ ആണ്? സർവീസ് വിത്തിൻ. വിത്തിൻ എന്ന് പറയുമ്പോ എന്ത് വരും? ഹോസ്പിറ്റലിന്റെ അകത്താണോ പുറത്താണോ വരുന്നത്? ഇൻട്രാമ്യൂറൽ അല്ലെ? അകത്ത്, ഇൻട്രാമ്യൂറൽ. ഓക്കെ, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? റെസ്ട്രോറാക്റ്റീവ് കേട്ടോ, റെസ്ട്രോറാക്റ്റീവ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ്? പ്രിവെന്റീവ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, റിസർച്ച് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻ ഏതൊക്കെയാണ്? എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷനിൽ വരുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസസ്, അതുപോലെ ഹോം കെയർ സർവീസസ്, മൊബൈൽ ക്ലിനിക്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ ക്യാമ്പസ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഏതൊക്കെയാണ്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്നാൽ എന്ത്, എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്നാൽ എന്ത്, അതുപോലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടന ഏത് ലെവലാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെവൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ സബ് സെന്റർ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കാം. അതുപോലെ PHC, CHC ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ മോഡേൺ അലോപ്പതിക് സിസ്റ്റത്തിന്റെ എത്ര ഫേസസ് ആണുള്ളത്? 3 ഫേസസ് ആണുള്ളത്. അതുപോലെ നാഷണൽ ഹെൽത്ത് പോളിസി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതും? 1983 ആണ്. ഓക്കെ, അതുപോലെ ആയുർവേദയുടെ മീനിങ് എന്താണ്? സയൻസ് ഓഫ് ലൈഫ്. ആയുഷ് ഇൻക്ലൂഡ്സ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് മിസ് എടുത്തത് ഏതായിരുന്നു? ആക്സിഡന്റ് ആൻഡ് എമർജൻസി കേട്ടോ. ആക്സിഡന്റ് എമർജൻസി എടുത്തേ ഒന്ന്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി. എടുത്തോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി. ഇനി ആക്സിഡന്റ് എമർജൻസിയില് ഓൾട്ടർനേറ്റീവ് നെയിംസ് ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കണം. ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് നെയിംസ് ആയിട്ട് വരുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം, കാഷ്വാലിറ്റി കേട്ടോ. നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. കാഷ്വാലിറ്റി ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എമർജൻസി റൂം ഉണ്ട്. 3 കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി കാഷ്വാലിറ്റി ഒക്കെ എത്ര അവേഴ്സ് ആണ് വർക്കിംഗ് ആയിട്ടിരിക്കുന്നത്? 24 hours. ഓക്കെ, നെക്സ്റ്റ് ലൊക്കേഷൻ അതുപോലെ ഡിസൈൻ ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ.
അതുപോലെ ഫങ്ഷൻ ഏരിയയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അതർ ഏരിയാസിൽ വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് നോക്കി വെക്കാം ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഫങ്ഷണൽ ഏരിയ പഠിച്ചു വെക്കാം, അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ ചെയ്തു വെച്ചാൽ മതി. ഇനി ട്രയേജ് എന്താ? ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രയേജ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? സോർട്ട് ചെയ്യുന്നുണ്ടല്ലേ. എന്ത് ബേസിലാണ് സോർട്ട് ചെയ്യുന്നത്? പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ബേസിലാണ്? പ്രയോറിറ്റി കൊടുത്തുകൊണ്ടല്ലേ. ആർക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നു. ഓക്കെ. പേഷ്യന്റ് ഫ്ലോ ഒന്ന് നോക്കാട്ടോ, ഒന്ന് വായിച്ചു വെക്കാം. ഇനി ആറിന്റെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞേ. രജിസ്റ്റേർഡ് നഴ്സ്. രജിസ്റ്റേർഡ് നഴ്സ്. EMT എന്താ? EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. ഓക്കെ. നെക്സ്റ്റ് റെക്കോർഡ്സ് ഒക്കെ ഒന്ന് വായിച്ചു വെക്കാം. MLC എന്താണ്? MLC റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ ലീഗൽ കേസസ് റെക്കോർഡ്. ഓക്കെ. CMO ഫുൾ ഫോം? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ. ഇനി MLC-യിൽ വരുന്ന MLC കേസസുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ വരും? ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയ്സണിങ്, അൺകോൺഷ്യസ്. നെക്സ്റ്റ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്? കോഡ് ബ്ലൂ ഓക്കെ, കാർഡിയാക് അറസ്റ്റ്. എമർജൻസി റൂം ക്ലർക്കിന്റെ അനദർ നെയിം എന്തായിരിക്കും? വേറെ പേര്? സെക്രട്ടറി. എമർജൻസി റൂം സെക്രട്ടറി. എക്സ്പാൻഡ് ഡാമ. DAMA ഡാമ. ഡിസ്ചാർജ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഔട്ട് പേഷ്യന്റ് എടുത്തോളൂ കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഓക്കെ. പേഷ്യന്റ് OPD-യിൽ കൊടുക്കുന്ന സർവീസ് ഏതൊക്കെയാണ് വരുന്നത്? OPD സർവീസസുകൾ ഏതൊക്കെ വരാം? ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, റീഹാബിലിറ്റേഷൻ, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. ഓരോന്നും എന്താണെന്നുള്ളതൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഡയഗ്നോസിസ് എന്താണ്, ഒബ്സർവേഷൻ എന്താണെന്നുള്ളത് ഓരോന്ന് വായിച്ചു വെക്കാം. ചിലപ്പോ ചോദിക്കാം ആ സെന്റൻസ് തന്നെ. ചിലപ്പോ ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവെൻഷൻ എഴുതാൻ പറ്റും. അപ്പൊ അതൊന്ന് വായിച്ചു വെക്കാം. ഈ കൊടുത്തിരിക്കുന്ന സർവീസിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ചു വെക്കാം. അതുപോലെ ഇമ്പോർട്ടന്റ് പാരന്റ് ഏരിയയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്.
നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? OPD ഡോക്ടറെ കാണാൻ വരുമ്പോ ആദ്യം നമ്മൾ എൻക്വയറി അല്ലെ, അവിടെ പോയിട്ട് എൻക്വയറി ചെയ്യുന്നു, അന്വേഷണം നടത്തുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു. അവര് എന്ത് പറയുന്നു? അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറയുന്നു അല്ലെ. അതിനുശേഷം ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ട് എന്തെങ്കിലും ഇപ്പൊ ഡോക്ടർ യൂറിൻ ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടത്തി ആ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്ന് എഴുതി തരുന്നു. ഫാർമസിയിലോട്ട് പോകുന്നു, ടോക്കൺ എടുക്കുന്നു, അവിടെ മരുന്ന് വാങ്ങിച്ച് എക്സിറ്റ് ആയി പോകുന്നു. ആ ഫ്ലോ ചാർട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ, ഇത് എന്തായാലും പഠിക്കണം കേട്ടോ. എക്യുപ്മെന്റ്സ്, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, മോണിറ്ററിങ് ഏതൊക്കെയാണ്, അതുപോലെ ഇൻസ്ട്രുമെന്റ്സുകളും എന്തൊക്കെയാണെന്നുള്ളത് നിർബന്ധമായും പഠിക്കണം. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. ANC, expand ANC. ഇനി നെക്സ്റ്റ് വരുന്നത് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്താണ്, ഡിസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, അതുപോലെ തന്നെ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്താണ്, എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്താണ്, റഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പനി, ചുമ, ജലദോഷം ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ആയിട്ടല്ലേ നമ്മള് ഡോക്ടറെ കാണുന്നുണ്ട്, ജനറൽ ആയിട്ട് വരുന്ന അസുഖങ്ങള്. ഇനി എമർജൻസി ആണെങ്കിലോ, എമർജൻസിക്ക് ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ആക്സിഡന്റ്, കാർഡിയാക് അറസ്റ്റ് അല്ലെ, ഇതൊക്കെ നമുക്ക് എമർജൻസി ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ റഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്തായിരിക്കും? ഏതെങ്കിലും പേഷ്യന്റിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യുന്നത്, കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക്. പ്രോത്സാഹനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ ഇത് മെഡിക്കൽ സ്റ്റാഫുകൾ ഏതൊക്കെയാണ്, സബ്സർവിയന്റ് സ്റ്റാഫ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് റേഡിയോളജിന്റെ, ലബോറട്ടറി, ECG കേട്ടോ. ചോദിക്കാറുണ്ട് സബ്സർവിയന്റ് സ്റ്റാഫുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ പ്രോബ്ലംസ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പ്രോബ്ലംസ് നോക്കാം. സോൾവ് എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി വെക്കാം. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ജോബ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ചെയ്യേണ്ട ചുമതലകൾ നോക്കി വെക്കണം. ഇനി എന്താണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ അനദർ നെയിംസ് ഏതൊക്കെയാണ് വരുന്നത്? Guest relation officer is also known as a guest relation coordinator എന്നും guest relation specialist കേട്ടോ. ഓർത്ത് വെക്കാം. അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ഒന്ന് നോക്കാം ഇതൊക്കെയാണെന്നുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഔട്ട് പേഷ്യന്റിൽ നോക്കിയത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതൊക്കെയാണ്? ഇൻപേഷ്യന്റ് എടുത്തോളൂ കേട്ടോ. ഇൻപേഷ്യന്റ് ഓക്കെ, പീഡിയത്തിലേക്കാണ് തോന്നുന്നത്. നിങ്ങൾ എടുത്തോ, നോട്ട് എടുത്തോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ്, ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇതാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ഓക്കെ. Identify the first procedure of admission through OPD. ഞാൻ വായിക്കാം കേട്ടോ. Recording of social data, receiving
the patient medical examination in OPD, none of this. ഇതായിരിക്കും ഫസ്റ്റ് പ്രൊസീജിയർ വരുന്നത്. Recording of social data, receiving the patient medical examination in OPD, none of this. ആദ്യം സോഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? റിസീവിംഗ് ദ പേഷ്യന്റ്. ആദ്യം പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നു അല്ലെ. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാട്ടോ. തെറ്റുത്തരം എഴുതി വെക്കരുത്, നമ്മുടെ മാർക്ക് അപ്പൊ തന്നെ കട്ടാവും. ഇനി സോഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന പേഴ്സണെ പറയുന്ന പേരെന്താണ്? ആരാ സോഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ? ക്ലർക്ക്. ആരാണ്? ക്ലർക്ക്. ഓക്കെ. അതിലും വരുന്നുണ്ട് കേട്ടോ, MLC വരുന്നുണ്ട്. എക്സ്പാൻഡ് ഫോം നോക്കി വെക്കാം. അതുപോലെ ഈ പേഷ്യന്റ് നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നില്ലേ? ഏതൊക്കെയാണ് വരുന്നത്? പ്രിപ്പയറിംഗ് റൂംസ്, ഓറിയന്റ് പേഷ്യന്റ്, ഐഡന്റിഫൈ സെൽഫ്, അതൊക്കെ അതൊക്കെ നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് MO. MO stands for MO ആരാ? മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസർ. ഇനി CSSD എടുത്തോളൂ കേട്ടോ. CSSD CSSD-ല് expand SSI. എന്താണ് SSI എന്ന് പറഞ്ഞാൽ? അതിന്റെ എക്സ്പാൻഡ് ഫോം എന്താ? എന്താണ് SSI എന്ന് പറഞ്ഞാല്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ. CSSD എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇനി നെക്സ്റ്റ് ജനറൽ ഡിസൈൻ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഏതൊക്കെയാ വരുന്നത്? സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. അതുപോലെ ഈ CSSD-യുടെ ഒബ്ജക്റ്റീവ് ആയാലും ഫംഗ്ഷൻ ആയാലും ഒന്ന് തന്നെയാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കാം. ഫംഗ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാലും ഒബ്ജക്റ്റീവ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഏതാണ് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരിക്കരുത്. അപ്പോ ഹെഡിങ് നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഒബ്ജക്റ്റീവ് ആയാലും ഫംഗ്ഷൻ ആയാലും ഒന്ന് തന്നെയാണ്. അതുപോലെ ഈ CSSD-യുടെ ഏത് ഫ്ലോയിലാണ് പോകുന്നത്? ഡയറക്ഷൻ എങ്ങനെയാണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഒരേ ദിശയിലേക്കാണ് അല്ലെ, ഒരു സിംഗിൾ ഫ്ലോയിലാണ് പോകുന്നത്. അതുപോലെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓർഗാനോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഫങ്ഷണൽ ഏരിയയില് ഇപ്പോ എന്താണ് 6 ഏരിയാസ് ഉണ്ട് അല്ലെ. 5ാമത്തെ ഏരിയ ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, മാറിപ്പോകരുത്. ഫസ്റ്റ് ഏരിയ ഏതാണ്, സെക്കൻഡ് ഏരിയ ഏതാണെന്ന് ഓർഡറിൽ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ ഏതാണ്? സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനെ പറയുന്ന പേര്
എന്താണ് ultrasonic pressure. അൾട്രാസോണിക് വാഷർ. നെക്സ്റ്റ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാ? Autoclave. ഓട്ടോക്ലേവ് അല്ലേ? ഓട്ടോക്ലേവ്സ് ഉപയോഗിച്ചിട്ട് എത്ര മിനിറ്റ്സ് ആണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടത്? 20 minutes. EOT എന്താ? EOTന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. Ethylene oxide machine. ഓക്സൈഡ് മെഷീൻ. ഓക്കെ, എന്തിനാ യൂസ് ചെയ്യുന്നത്? ETO എന്ത് സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? Chemical gas. Chemical gas sterilization. ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ 1 മിനിറ്റ് മനസ്സിലാവുന്നുണ്ടോ? സൗണ്ട് വരുന്നുണ്ട്, മിസ് ഒന്ന് മ്യൂട്ട് ആക്കട്ടെ കേട്ടോ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഷെയർ ചെയ്തിട്ടില്ല മിസ്. ഓക്കെ അല്ലേ? ഇപ്പൊ കാണാലോ? ഓക്കെ ഓക്കെ. ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസ് ആണ്? കെമിക്കൽ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ് കേട്ടോ, ഒന്നും മറക്കരുതേ. അതുപോലെ തന്നെ ETO സ്റ്റെറിലൈസേഷന് എത്ര അവേഴ്സ് ആണ് വരുന്നത്? അവേഴ്സ് ഉണ്ടല്ലേ, 8 to 12 അവേഴ്സ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. കൂടുതൽ ടൈം വരുന്നത് ഈ ETO സ്റ്റെറിലൈസേഷൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഈ എമർജൻസി കേസസുകളില് ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഓക്കെ, എത്ര മിനിറ്റ് ആണ് യൂസ് ചെയ്യാം? സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിട്ട് എത്ര മിനിറ്റ്സ് എടുക്കുന്നുണ്ട്? 3 to 4 മിനിറ്റ്സ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ഈ നമ്മൾ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ CSSDയില്. ഏതാണ് പ്രിൻസിപ്പിൾ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO. ഓക്കെ, അതുപോലെ ഏതൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. CSSDയിൽ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓർത്ത് വെക്കുക. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് എന്താ പറയാ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അതുപോലെ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റങ്ങള് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. ഈ സെന്റൻസ് അങ്ങനെ തന്നെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കാം. ഈ സെന്റൻസിൽ എക്സ്ചേഞ്ച് കാണുമ്പോ ഏതാണ് വരാ? ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. ഓക്കെ, അതുപോലെ ഓരോന്നൊന്ന് വായിച്ചു വെക്കണേ. നെക്സ്റ്റ് ഇനി അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ CSSD മാനേജർ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ചോദിച്ചു കാണിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം ഏതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് എടുത്തത് ഏതാണ്? മോർച്ചറി എടുത്തോളൂ കേട്ടോ. മോർച്ചറി. മോർച്ചറി സർവീസ് എടുക്കാം കേട്ടോ. ഓക്കെ, മോർച്ചറിയില്
മോർച്ചറിനെ പറയുന്ന മറ്റൊരു പേര് മോർഗൻ എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി മോർഗൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്? മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലേ? ഓരോ ചാപ്റ്ററും ഓരോ പാഠഭാഗവും എടുത്തു കഴിയുമ്പോ അത് നോക്കിയാൽ മതി കേട്ടോ. മോക്ക് ടെസ്റ്റ് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് അല്ലെ? ഓക്കെ, ഇനി ആ മോർഗിന്റെ മീനിങ് എന്തായിരിക്കും? മീനിങ് ലുക്ക് സോളംലി ടു ഡിഫെയിൻ, അത് ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷ് മോർച്ചറി അല്ലെ, മോർച്ചറിനെ പറയുന്ന അതിനകത്ത് ഈ നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷില് മോർച്ചറിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? മോർച്ചറി എന്നാണോ അല്ലെങ്കിൽ മോർഗൻ എന്നാണോ? മോർഗൻ എന്നാണ് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രഞ്ച് വേർഡ് മോർഗിൽ നിന്ന് വരുന്നു. അതുപോലെ മോർഗിന്റെ മീനിങ് നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അത്ര മാത്രം ഒന്ന് നോക്കി വെക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ, ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല. അതുപോലെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, എന്താണ് ഈ ഫംഗ്ഷനില് നമ്മളിപ്പോ ആരും ഐഡന്റിഫൈ ചെയ്യാത്ത ബോഡികൾ നമ്മൾ എത്ര മണിക്കൂർ കിടത്തും മോർച്ചറിയില്? ഓർമ്മയുണ്ടോ? എത്ര ദിവസം? 72 ട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് COPP, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. COPP, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. അതുപോലെ ട്രോളി ബേ, ട്രോളി ബേ എന്തിനാ യൂസ് ചെയ്യുന്നത്? ട്രോളി ബേ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബോഡി. ഓക്കെ, ബോഡി ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും. ഓക്കെ, പോസിറ്റീവ് ടെമ്പറേച്ചറിലെ ബോഡീസ് നമ്മൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഏത് ടെമ്പറേച്ചറിലാണ് യൂസ് ചെയ്യുന്നത്? പോസിറ്റീവ് ആവുമ്പോ 2 to 4 ഡിഗ്രി സെൽഷ്യസ്. ഇനി നെഗറ്റീവ് ആകുമ്പോഴോ? നെഗറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ okay, very good, -15 to -25 ഡിഗ്രി. മൈനസ് ഇടണം കേട്ടോ, നെഗറ്റീവ് എന്ന് പറയുമ്പോ മൈനസ് ഇടാം. ഓക്കെ, ഓക്കെ. ഇനി വെയിറ്റിംഗ് മോർച്ചറി എന്താണ്? ഫസ്റ്റ് ഡെഫിനിഷൻ അല്ലെ, വെയിറ്റിംഗ് മോർച്ചറി ഈസ് എ മോർച്ചറി ബിൽഡിംഗ് പ്ലാന്റ് സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ് affirming that deceased person are truly dead. ഒന്ന് ഓർത്ത് വെക്കാം, വെയിറ്റിംഗ് മോർച്ചറി എന്താണ് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ഹോസ്പിറ്റൽ മോർച്ചറിയില് വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സണലിന് പറയുന്ന പേരെന്താണ്? സാലറീഡ് പേഴ്സണൽ കോൾഡ് എന്താണ്? മോർട്ടീഷ്യൻ എന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്? മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്. ഓക്കെ, രണ്ട് തരത്തിലാണ് പറയുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. പ്രൈവറ്റ് മോർച്ചറി ഒന്ന് വായിച്ചു വെക്കണേ. പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഡാഷ്. പ്രൈവറ്റ് മോർച്ചറി ആർ റൺ ബൈ ഡാഷ്. എന്ത് വരും? എന്ത് വരും? Private mortuaries run by funeral homes. Okay, കൊടുത്തിരിക്കുന്നത് നോക്കിയേ. All private mortuaries are run by funeral homes. ക്ലിനിക്കൽ ഓട്ടോപ്സിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ക്ലിനിക്കൽ ഓട്ടോപ്സിനെ പറയുന്ന മറ്റൊരു പേര് pathological autopsy. Okay, autopsy is literally meaning അല്ലെങ്കിൽ means എന്ത് വരും? Autopsy is literally means dash. Self study of corpse. Okay,
ഇനി ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിൽ നോക്കിയേ. ക്ലിനിക്കൽ ഓട്ടോപ്സിസ് പെർഫോംഡ് ബൈ ഡാഷ്. ആരാണ് പെർഫോം ചെയ്യുന്നത്? പാത്തോളജിസ്റ്റ് ആണ്. അതുപോലെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും പെർഫോം ചെയ്തത് ആരാണ്? ഫോറൻസിക് എക്സ്പെർട്ട് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് റേഡിയോളജി കേട്ടോ. റേഡിയോളജി സർവീസസ്. റേഡിയോളജി 1 മിനിറ്റ് ശ്രദ്ധിക്കട്ടെ. ഓക്കെ, റേഡിയോളജി സർവീസസുകൾ ഏതൊക്കെയാണ്? ഇമേജിംഗ് ടെക്നോളജീസ് വരുന്നത്. റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഇമേജിംഗ് ടെക്നോളജീസ് ഏതൊക്കെയാണ് വരുന്നത്? എക്സ്റേ, പിന്നെ എക്സ്റേ മാത്രമുള്ള അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ കേട്ടോ. നമ്മള് എസ്പെഷ്യലി ബോൺസിന് എടുക്കുന്ന ഏതാണ്? ബോൺസുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? എക്സ്റേ. ഓക്കെ, MRIയുടെ ഫുൾ ഫോം എന്താ? MRIയുടെ ഫുൾ ഫോം എന്തായിരിക്കും? MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. ഇനി CT സ്കാൻ, CT അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ കേട്ടോ. ഓക്കെ, റേഡിയേഷൻ ഓങ്കോളജി ഏത് പേഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും? റേഡിയേഷൻ ഓങ്കോളജി ക്യാൻസർ പേഷ്യൻസ്. സിവിയർ എഫക്റ്റും അതുപോലെ ക്രോണിക് എഫക്റ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്രോണിക് എഫക്റ്റ് എന്താണ്? കുറെ നാള് നിലനിൽക്കും അല്ലെ? ആണോ? കണ്ടിന്യൂസ് ആയിട്ടല്ലേ? ഷോർട്ട് ഡോസ് ആയിരിക്കും, പക്ഷെ കണ്ടിന്യൂസ്ലി അത് നമുക്ക് ലൈഫ് ടൈം ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ സിവിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാല് ഹെവി ഡോസ് ആയിരിക്കും അല്ലെ? പക്ഷെ എഫക്റ്റ് നമുക്ക് എങ്ങനെയായിരിക്കും? എഫക്റ്റ് ഉണ്ടാവുന്നത് കുറെ നാള് നിലനിൽക്കോ? ഇല്ല, കുറച്ച് അല്ലെ? ഷോർട്ട് ടൈമിലായിരിക്കും. അതുപോലെ എക്സ്പാൻഡ് AERB ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് AERB ഓട്ടോമിക് എന്താണ്? ഓട്ടോമിക് എനർജി റെഗുലർലി ബോർഡ്. ഇനി നെക്സ്റ്റ് വരുന്നത് BARC. എന്താണ് എക്സ്പാൻഡ് ഫോം? ബാവ അറ്റോമിക് റിസർച്ച് സെന്റർ. ഇനി നെക്സ്റ്റ് വരുന്നത് അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? പാർക്ക് എവിടെയാണ് ലൊക്കേഷൻ? അതിന്റെ മുംബൈയിൽ കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്
radiation protection is also known as radiological protection. ഏതൊക്കെ പ്രൊട്ടക്ഷൻ ആണ്? occupational radiation protection ഉണ്ട്, medical radiation protection ഉണ്ട്, അതുപോലെ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതൊക്കെ ആരുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണെന്ന് ഓർത്ത് വെക്കണേ. ഒക്യുപേഷണൽ ആരുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്? ഒക്യുപേഷണൽ എന്ന് പറയുമ്പോൾ വർക്കേഴ്സുമായിട്ട് അല്ലെ, സ്റ്റാഫുമായിട്ട്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനോ മെഡിക്കൽ പേഷ്യൻസുമായിട്ട്. പബ്ലിക് റേഡിയേഷനോ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക്, പൊതുജനങ്ങൾ. Okay, next ആണ് TLD, expand TLD, thermoluminescent dosimeter. Okay, ഓർത്ത് വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ, ബാക്കിയുള്ളതൊന്ന് വായിച്ചു വെക്കണേ. ബാക്കിയുള്ളതൊന്ന് നോക്കി വായിച്ചു വെക്കാം, മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് nursing administration. Next chapter ആണ് nursing administration. Okay. Nursing administration, staffing process എന്താണെന്ന് വായിച്ചു വെക്കാം. സ്റ്റാഫിംഗ് അതുപോലെ സ്റ്റാഫിംഗ് പ്രോസസ് മനസ്സിലാക്കി വെക്കാം. അതുപോലെ നെക്സ്റ്റ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മിസ് പറയുന്നത്. ഡയറക്റ്റ് കെയർ എങ്ങനെയാണ്? എക്സാമ്പിൾ നോക്കാം. അതുപോലെ ഡയറക്റ്റ് കെയർ കൊടുക്കുന്നത്, അതുപോലെ ഇൻഡയറക്റ്റ് കെയർ എന്താണ്? ഓക്കെ, എക്സാമ്പിൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ്. അതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. സ്റ്റാഫ് ഡെവലപ്മെന്റ് is the process which is directed to build the personal as well as professional growth of nurses and other staff while they are employed by the health care. ഓർത്ത് വെക്കാം. ഇനി എത്ര ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് ചോദിക്കാം. ഓക്കെ, 4 ടൈപ്സ് ആണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഐറ്റം ആണ് ഇത്. ഏതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്? ഹൈറാർക്കി അല്ലെ. നഴ്സിംഗിന്റെ ഹൈറാർക്കി. ഓരോരുത്തരുടെയും ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് കൊടുത്തിട്ടില്ലേ? ഇപ്പോ നഴ്സിംഗ് ഡയറക്ടർ ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണേ. ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊക്കെ ചോദിക്കാം. 6 പേരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കണം നിർബന്ധമായിട്ട്. അതുപോലെ തന്നെ ആരാണ് ഇപ്പോ നഴ്സിംഗ് ഡയറക്ടർ ആരാണെന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഓക്കെ, ഇത് വായിച്ചു വെക്കണേ, നിർബന്ധമായിട്ട് വായിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ വരും ഉറപ്പാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് കേട്ടോ. നിർബന്ധമായിട്ട് വായിച്ചു വെക്കേണ്ടത് ഈ നഴ്സുമാരുടെ ഹൈറാർക്കി മൊത്തം പഠിക്കണം. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണല്ലേ നമ്മൾ എടുത്തത്.
Okay. Expand BMW, biomedical waste. Okay. അതുപോലെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഇത് 8 categories ആണ് ട്ടോ of medical waste are presented by WHO. WHO പ്രസന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റിനെ എത്ര തരത്തിലാണ് WHO കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? 8 ആണ് ട്ടോ. ഓർത്ത് വെക്കാം, 8 നമ്പേഴ്സ് തരും, എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ഹസാർഡ്സ് വേസ്റ്റ് ആൻഡ് നോൺ ഹസാർഡ്സ് വേസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ഏതൊക്കെയാണ് വരുന്നത്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡയഗ്രാം ഒന്ന് നോക്കാം. അതുപോലെ ഇമ്പോർട്ടന്റ് MOEF എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. MOEF മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ഇയേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. അതുപോലെ ഈ റൂൾസ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ റൂൾസ് ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഓരോ വേസ്റ്റ് ഉണ്ടല്ലോ, ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് ഉണ്ട്, അനിമൽ വേസ്റ്റ് ഉണ്ട് അല്ലെ, അങ്ങനെ പല പല വേസ്റ്റ് കാറ്റഗറി എത്ര വരെയാണുള്ളത്? 10 ടൈപ്പ് ഓഫ് വേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോ അത് ഏതൊക്കെ ബാഗുകളിലാണ് നമ്മള് ഇട്ട് വെക്കുന്നത് കേട്ടോ, അത് ചോദിക്കാറുണ്ട്. ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓരോ വേസ്റ്റ് 10 ടൈപ്പ് ഓഫ് വേസ്റ്റും പഠിക്കണം. ഏത് ടൈപ്പ് ഓഫ് ബാഗിലാണ് അത് നമ്മള് എന്ത് ചെയ്യുന്നത്? നമ്മള് ആ കണ്ടെയ്നറിൽ ഏത് ടൈപ്പ് ഓഫ് കണ്ടെയ്നർ കളറിലാണ് നമ്മൾ വെക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ബാഗിലാണ് അത് ഇട്ട് വെക്കുന്നത് എന്നുള്ളത് നോക്കാം. ഏത് ടൈപ്പ് ഓഫ് ഡിസ്പോസൽ മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കണം. ആ ബോക്സ് എന്തായാലും പഠിച്ചു വെക്കാം. ബാക്കിയുള്ളതൊക്കെ വായിച്ചു വെക്കാം കേട്ടോ. അതുപോലെ ഈ മെത്തേഡ് കേട്ടോ, ഡിസ്പോസൽ മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. ഇൻസിനറേഷൻ അറിയാലോ, ഫസ്റ്റ് ലൈനൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഹൈറ്റ് ആൻഡ് റേസിന് കൊടുത്തിട്ട് നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വേസ്റ്റുകളെ കത്തിച്ച് കളയുകയാണല്ലോ ചെയ്യുന്നത്. അത് കിട്ടുന്നത് ഇൻസിനറേഷൻ ആഷ് ആണ് കേട്ടോ. ഓക്കെ. അതുപോലെ ഓട്ടോക്ലേവിംഗ് എന്താണ്? സ്റ്റെറിലൈസേഷൻ അല്ലെ, സ്റ്റെറിലൈസ് ഹൈറ്റ് ആൻഡ് റേസിന് കൊടുത്തുകൊണ്ട് സ്റ്റീമില് എന്താണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നതാണ് ചെയ്യുന്നത്. അതുപോലെ മൈക്രോവേവ് ഇറാഡിയേഷൻ എന്താണെന്നുള്ളത് കേട്ടോ, ഹൈ ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. ഫസ്റ്റ് ലൈൻ ഓർത്ത് വെക്കാം. പ്ലാസ്മ പൈറോളിസിസ് കേട്ടോ. ഇതാണ് അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി. ഒന്ന് ഓർത്ത് വെക്കാം, ഏതാണ് ചോദിക്കാറുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇമേജിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. മാറിപ്പോകരുത്, എഴുതി വെച്ച് പഠിക്കാം കേട്ടോ, മാറിപ്പോകരുത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. അതുപോലെ തന്നെ ഇമേജ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? പാലക്കാട്, ഓർത്ത് വെക്കാം. അതുപോലെ ഇതും എന്താണ്? കമ്മീഷൻ ചെയ്തത്, കമ്മീഷനഡ് ഓൺ 14 ഡിസംബർ 2003. ഓരോ ഇയേഴ്സും ഓർത്ത് വെക്കാം കേട്ടോ. അതുപോലെ ജസ്റ്റ് ഈ സിമ്പിൾസ് ഒന്നും കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇമേജ് എന്തായാലും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളതൊന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആംബുലൻസ് സർവീസസ് കേട്ടോ.
ആംബുലൻസ് എക്സ്പാൻഡ് EMS ചോദിക്കാറുണ്ട്. എമർജൻസി മെഡിക്കൽ സർവീസ് ഓർത്ത് വെക്കാം. ഇനി ആംബുലൻസ് കമ്മിങ് ഫ്രം ദ ലാറ്റിൻ, ലാറ്റിൻ എന്ന പദം ഓർത്ത് വെക്കാം. ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലയർ, വിച്ച് മീൻസ് എന്താണ്? ടു വാക്ക് ഓർ മൂവ് എബൌട്ട്. അത് കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റോഡ് ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിള്, അതുപോലെ എയർ ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിള്, വാട്ടർ ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിൾ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഫങ്ഷണൽ ടൈപ്സ് ഒന്ന് ഓർത്ത് വെക്കാം. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ആംബുലൻസ് ബസ് എന്തെങ്കിലും കൂട്ടമായിട്ട് കുറെ ആളുകള് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി സഹായിക്കുന്നതാണ് ആംബുലൻസ് ബസ്. ചാരിറ്റി അറിയാലോ. അതുപോലെ ബാരിയാട്രിക് എന്താണ്? ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളെ കേട്ടോ ഓർത്ത് വെക്കാം. ബാക്കി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ പഠിക്കേണ്ടത് ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി നിർബന്ധമായിട്ട് നോക്കി വെക്കാം. ടൈപ്പ് ഡി എന്തിനാ യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ഡി ആംബുലൻസ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് അല്ലെ. ഏതാളുകൾക്കാണ് അത് യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് കാർഡിയാക് കെയറുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഓൾസോ നോൺ ആസ് ഉണ്ട് അല്ലെ. ടൈപ്പ് ഡി ഈസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ് ആണ് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കണേ. അതുപോലെ ഡിഫൈബ്രിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കാം. ഓരോ മിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മിഷൻ എന്തിനാണ്? ഡിഫൈബ്രിലേറ്റർ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. MTDS എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കാം കേട്ടോ. സിമ്പിൾസ് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചോദിക്കാവുന്നതാണ്. സ്റ്റാർ ഓഫ് ലൈഫ്, അതുപോലെ റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്, മാൾട്ടൻ ക്രോസ് കേട്ടോ. അതുപോലെ ഇതെന്താണ്? പാറ്റേൺ ബർഗ് മാർക്കിംഗ്. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്താണെന്ന് നോക്കി വെക്കാം. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്, അതുപോലെ ഓഡിയബിൾ വാർണിംഗ്സ് കേട്ടോ. നമ്മൾ ഓഡിയബിൾ വാർണിംഗ്സില് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്യുന്നത് ഏതായിരുന്നു? പണ്ട് കാലത്ത് വാർണിംഗ്സ് നമ്മൾ മോഡേൺ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് സൈറൻസ് ആയിരുന്നു അല്ലെ. പണ്ട് കാലങ്ങളിൽ ഏതൊക്കെയായിരുന്നു സൈറന് പകരം ഉപയോഗിച്ചിരുന്നത്? എന്താണ്? മെക്കാനിക്കൽ ബെൽസ് കേട്ടോ ഓർത്ത് വെക്കാം. RDS ചോദിക്കാറുണ്ട്. RDS എക്സ്പാൻഡഡ് ഫോം, റേഡിയോ ഡാറ്റ സിസ്റ്റം. കോസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അതുപോലെ എമർജൻസി സർവീസിന് നമ്മൾ വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ ആണ് എന്ത്? 108 ഓർത്ത് വെക്കാം. EMRI എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രൂവിംഗ് അല്ലെ സ്റ്റാഫുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ ഇതിനർത്ഥം. ഓക്കെ, ഇനി ടെർമിനോളജി വന്ദന മിസ് നിങ്ങൾ റിവിഷൻ ചെയ്തതാണോ? ടെർമിനോളജി ചെയ്തില്ലേ? ഓക്കെ, ചെയ്തല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. മിസ് തന്ന മോക്ക് ടെസ്റ്റും എല്ലാവരും ചെയ്യാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് പഠിക്കാം നിങ്ങള്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാം, നല്ല മാർക്ക് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് പഠിക്കാട്ടോ എല്ലാവരും. ഓക്കെ, സമയം ഒട്ടും കളയാനില്ല. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.